സുമി, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? കാട്ടി വന്നിരിക്കുന്നത് കാടല്ല, കാടായിന്നേ. ഇത് നമ്മുടെ ഇപ്പുറത്തെ വീടിന്റെ തൊട്ടടുത്തുള്ള പറമ്പാണ്. ഇവിടെയൊക്കെ നമ്മൾ പണ്ട് കൃഷി ചെയ്തോണ്ടിരുന്ന, പണ്ടല്ല ഈ കഴിഞ്ഞ വേനലിലും അമ്മ നല്ലോണം ഈ തോട് കണ്ടോ, ഇതൊരു തോടാണ്. ഇവിടെയൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ നടും, ഈ തോടിൻ്റെ അകത്ത് നടും. വേനൽ തുടങ്ങുമ്പോഴത്തേക്ക് ഈ തോടിൻ്റെ അകത്ത് അമ്മ നട്ടു വെക്കും. അപ്പോൾ ഇവിടെ വെള്ളമൊന്നും ഉണ്ടാകത്തില്ല, ചെളി മാത്രമാവും, കുറേ എക്കലടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നട്ടു വെക്കും. നല്ല വിളവ് കിട്ടും കേട്ടോ നമുക്ക്, നല്ല ശരിക്കും ഭംഗിയായിട്ട് കിട്ടും. ഇപ്പം നല്ല നീർവാർച്ച ഉള്ളത് കൊണ്ടും മഴയൊക്കെ കിട്ടണതുകൊണ്ടുമാണ് ഇവിടെ ഇത്രയും കാടായേക്കുന്നത്. മഴ ഒക്കെ കഴിഞ്ഞ് ഒരു വേനലൊക്കെ ആകുമ്പോൾ ശരിക്കും ഉണക്കാവും, പാടത്തും തൊഴിലൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഈ പുല്ലെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അമ്മ ഇവിടെ വെട്ടിക്കളച്ച് ഓരോന്നൊക്കെ നടും. എന്നിട്ട് ഈ തോടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കുറച്ച് ചെറിയ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയ കുഴി ഉണ്ടാകും. അപ്പോൾ അതിൽ ഉറവ ഉണ്ടാവും വെള്ളം. പിന്നെ നമ്മുടെ മോട്ടർ വീട്ടിൽ നിന്ന് വെച്ചിട്ട് അടിച്ചിട്ടും നനച്ച് അമ്മ നല്ല കൃഷി ചെയ്യും കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ മൊത്തം കാടാണ്, ഒന്നും കാണാൻ വയ്യ. ഞങ്ങൾ പണ്ട് ഓടിക്കളിച്ചിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഞങ്ങൾക്ക് കുറേ താറാവുണ്ടായിരുന്നു, 100-200 താറാവിന് മേലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇട്ട് വളർത്തും. പിന്നെ പശുക്കളുണ്ടായിരുന്നു, കോഴി ഉണ്ടായിരുന്നു, ഒത്തിരി നല്ല കൃഷികളുണ്ടായിരുന്നു. നമുക്ക് കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കൃഷിക്കൊക്കെ, നല്ല കൃഷി ഇത്. അവിടെ അകത്തൊരു മീൻ ഞങ്ങൾ വളർത്തുന്ന ഒരു സ്പോട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ കാടായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലേ, അപ്പുറം ഇവിടെ പോകാൻ പറ്റുള്ളൂ. ഇല്ല പറ്റത്തില്ല, കാടാ. ഈ പാമ്പുണ്ട്, നല്ലോണം പാമ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ പോയ ഡേഞ്ചറാണ്. അമ്മ പറയണ മൂർഖനുണ്ട്, പിന്നെ അതുപോലെ അണലിയുണ്ട്, ഇഷ്ടംപോലെ അണലിയുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഈ കാടിനകത്തുകൂടി പോകാന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. കണ്ടോ, കാടല്ല, പുല്ല് വളർന്ന് മുട്ടിന് മേലായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ കൂടുതലും ഔഷധ സസ്യങ്ങളാണ് കേട്ടോ ഇത് കണ്ടോ, കയ്യോന്നി, അതുപോലെ ഇതാണ് കയ്യോന്നി എന്ന് പറയുന്ന സാധനം. കണ്ടോ, കയ്യോന്നി എന്നൊക്കെ പറയില്ലേ, ഇത് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. അതുപോലെ ബ്രഹ്മി, അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ മൊത്തം ഉണ്ട്. നമ്മളിത് പാരമ്പര്യമായിട്ട് എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരുടെ ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. കൊടവനുണ്ട്, അങ്ങനെ കുറേ ദർഭയുണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് കണ്ടോ, പൂവാങ്കുറുന്നിൽ, ഇങ്ങനെ മൊത്തം ഔഷധ സസ്യങ്ങളാണ് ഇവിടെ. ഒന്നും നമുക്ക് അതല്ലാത്തതൊന്നും പറയാൻ പറ്റില്ല. നല്ല രസമാണ്. ഇപ്പം ഇത്രയും കാടായതുകൊണ്ട് നമ്മൾ ഇതിനകത്തൂടെയൊക്കെ പോയാൽ ചിലപ്പോൾ എണ്ണലിയൊക്കെ വൈറ്റ് ചെയ്ത്. ഏതാ അവിടുത്തെ ഇതാണോ, ചാലാണോ? അവിടെ മീൻ വളർത്തണാണ്, അവിടെ കാണിച്ചു തരാം. അത് നമുക്ക് അത് ചാല് കാണിച്ചു തരാം, എടുക്കാം, ചാല് കാണിക്കാൻ വേണ്ടി. അയ്യോ, ഇതുവഴി ഇവിടെ മീൻ വളർത്തണാണ്. അനിയനും ഫ്രണ്ട്സൊക്കെ കൂടി ഇതേ മീൻ വളർത്തുന്ന സ്ഥലമാണ് ഇത്. ഇതൊരു സ്ഥലമാണ് മീനൊക്കെ വളർത്തണ. വേറൊരെണ്ണമുണ്ട്, അത് വേറൊരു സ്ഥലത്താണ്. അവിടെ സിലോപ്പിയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു വരാല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അവിടെ നമ്മൾ മേടിച്ചിട്ടണ ഗിഫ്റ്റ് തിലോപ്പിയല്ലേ, അതാണ്. അത് വേറെ സ്ഥലത്താണ്, അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ സ്ഥലം കണ്ടോ, അത് മൊത്തം അതിനകത്ത് മൊത്തം ഇങ്ങനെ വരാല്, അതുപോലെ എന്തെന്നാ കല്ലേമുട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്ത്. നല്ല രസം. ഇവിടെ ഞങ്ങളൊക്കെ പണ്ട് ഒരുപാട് ഓടിക്കളിച്ചുകൊണ്ടിരുന്നൊക്കെ സ്ഥലമാണ്. നല്ല രസമാണ് ഇവിടെയൊക്കെ നടക്കാനും ഒക്കെ. നല്ല ഇതിപ്പോൾ മൊത്തം കാടായിട്ട് നമുക്ക് നടക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. ചൂണ്ടിട്ടെല്ലാം കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൂടെയൊക്കെ നടക്കുമ്പോഴേ പേടി വരും കേട്ടോ. ചൂണ്ടിട്ടെല്ലാം കിട്ടുന്നത് ചൂണ്ടിട്ട മീനൊക്കെ കിട്ടും. ഇത് കണ്ടോ, ഈ സാധനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവരൊക്കെ പറയണേ. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്, കൊടവൻ എന്ന് പറയും. കൊടവൻ കണ്ടോ. ഇത് അൾസർ പോലുള്ള അസുഖങ്ങൾക്ക്, കുടൽ സംബന്ധമായ അസുഖങ്ങൾക്കും, പിന്നെ അതുപോലെ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും അങ്ങനെയൊക്കെ ഡെയിലി കഴിക്കണത് നല്ലതാണെന്നാണ് പറയണത്. ഒന്നുമില്ലെങ്കിലും വല്ലപ്പോഴും നമ്മൾ എടുത്തിട്ട് വെറും വയറ്റിൽ ഒരു ഇലയൊക്കെ എടുത്ത് ചവച്ച് തിന്നുന്നതൊക്കെ നല്ലതാണ് കുടവൻ. ഇതൊക്കെ വീട്ടിൽ നമ്മളൊരു ചെടിച്ചട്ടിയിലാണെങ്കിലും സിറ്റിയിൽ ജീവിക്കണവർക്ക് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം, നമുക്ക് ചെറിയ ചട്ടിയിൽ ഇങ്ങനെ പിടിപ്പിക്കാം. നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കുകയും ചെയ്യും. അങ്ങനെ അഴുക്കൊന്നുമില്ല ഇവിടെ. പിന്നെന്താ, ഇങ്ങനെ കഴിക്കാം. ഞങ്ങളിതൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന വഴിയിലൊക്കെ പറിച്ചൊക്കെ ഇങ്ങനെ കഴിക്കാം. പിന്നെ വെറും വയറ്റിൽ കഴിക്കണമെന്നാണ് പറയണത് രാവിലെ. ഇപ്പോൾ വൈകുന്നേരം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല, കയ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല.
ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. അതിപ്പോൾ എന്തിൻ്റെയാന്ന് പറയാൻ പറയാം. അതല്ല അതിനോ അതിൽ കുറച്ച് മണ്ണുണ്ട്. നമ്മുടെ കൂർക്കയില്ലേ, ഒക്കെ ഇല കഴിക്കുന്ന ഒരു ചെറിയ ഫ്ലേവർ. കൂർക്ക പച്ചക്ക് അടിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത്. അല്ലാതെ നമുക്കിത് അരുചിയായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റാത്തൊരു സ്ട്രോങ് ടേസ്റ്റ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ അവിടുത്തെ വീട്ടിലെ നഴ്സറി ഉള്ളതല്ലോ. ഏത് ഫേണാണോ? ഇത് കാട്ടിൽ വളരുന്ന ഒരു തരം ഫേണാണ്. ഫേൺ വർഗ്ഗം തന്നെയാണ്. പിന്നെ അതുപോലെ ഈ കിടക്കണ മൊത്തം മണി പ്ലാന്റ് നോക്കിക്ക്. ഞങ്ങളിങ്ങനെ ചെറുതാന്ന് വലിച്ചെറിഞ്ഞു, ഇതെല്ലാം മരത്തിലുമായി കാടായി, പറമ്പ് മൊത്തമായി കംപ്ലീറ്റ്. ഇപ്പം ഇവിടെ മൊത്തം നമ്മുടെ ഈ ഇതാണ് മണി പ്ലാന്റാണ്. അതെ, ഈ വാട്ടർ ക്യാബേജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആൾക്കാർ 100 രൂപയ്ക്ക് 2 പ്ലാന്റൊക്കെ ആമസോണിലൊക്കെ വിൽക്കാൻ കിട്ടും. ആ സാധനമാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം 3-4 തോട്ടിലായിട്ട് നിറഞ്ഞു കിടപ്പുണ്ട്. ഇത് വേണമെങ്കിൽ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് തരാം. വാട്ടർ ക്യാബേജാണ് ഈ കിടക്കുന്ന കംപ്ലീറ്റ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇപ്പം എല്ലാവരും ചെറിയ കുഞ്ഞ് പാത്രത്തിലാക്കിയിട്ടൊക്കെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമൊക്കെ നിറച്ചിട്ട്, ബൗളിലൊക്കെ വെള്ളമൊക്കെ നിറച്ചിട്ട് ഈ സാധനം കൊണ്ട് വെക്കുന്നുണ്ട്. ഫ്ലാറ്റുകളിലും വീടുകളിലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്, ഭംഗിയാണ്. പക്ഷെ നമുക്കിതിപ്പോൾ ഇങ്ങനെ ഇത്രയും വൈഡായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്കത്ര വലിയ കാര്യമല്ല. പക്ഷേ ഇത് ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടേ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ പറയും. ഇപ്പോൾ സന്ധ്യയായി. നല്ല രസമാണ് എൻ്റെ നാട് കാണാൻ. ഞാൻ ഇനിയും കാണിച്ചു തരാം കേട്ടോ. കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ, ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കാണിച്ചു തരാം കേട്ടോ.